ക്രിസ്ത്യൻ സഭകളിൽ ആധുനിക അടിമത്തവും ജാതിയും തുടരുന്നു. സമര പ്രഖ്യാപനവുമായി ഓപ്പൺ ചർച്ച് മൂവ്മെന്റ്. ക്രിസ്ത്യൻ സഭകളിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയ്ക്കും പരിവർത്തിത ക്രൈസ്തവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുമുള്ള സമരപരിപാടികൾക്ക് രൂപം നൽകുന്നതിന്റെ ഭാഗമായി കത്തോലിക്ക സഭാ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിനിധി സമ്മേളനം നടന്നു. ശ്രീ ജോസഫ് പനമ്പോടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം ചെയർമാൻ റെജി ഞള്ളാനി ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ പി സി ദേവസ്യ മുഖ്യപ്രഭാഷണം നടത്തി. ശ്രീ ആന്റോ മാങ്കൂട്ടം, അഡ്വക്കേറ്റ് ജോസ് അരയകുന്നേൽ, ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് ജോസ് പാലിയത്ത്, ശ്രീ ജോയി മുരിക്കാശ്ശേരി, ശ്രീ ലൂക്കോസ്, ശ്രീ സാംകുട്ടി, ശ്രീ പ്രസാദ്, ശ്രീ ഫ്രാൻസിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സമ്മേളനത്തിൽ 51 അംഗ പ്രവർത്തന സമിതിക്ക് രൂപം നൽകി. പാലായിൽ വെച്ച് നടന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് നമുക്കിവിടെ 1855 അടിമത്തത്തിൽ നിന്നും മോചനം നേടണോ വേണ്ടയോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇവിടെ നമ്മൾ പറയുന്നു ക്രിസ്തു മതത്തില് ജാതിയില്ല, മതമില്ല, മതം മാത്രമുള്ള ജാതിയില്ല. ഞാൻ പറയുന്നു, അസന്നിഗ്ധമായിട്ട് ഞാൻ പറയുന്നു, ജാതിയുണ്ട്. ഈ ഓപ്പൺ ചർച്ച് മൂവ്മെന്റിന്റെ ഇന്നത്തെ പരിപാടിയുടെ പ്രസക്തി വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ 75 വർഷമായിട്ട് ഇന്ത്യൻ സമൂഹത്തിലെ ക്രൈസ്തവരുടെ വളരെ പ്രകടമായൊരു ഭാഗം അവഗണിക്കപ്പെട്ടിരിക്കുക. പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർ അവരുടെ പേരിലാണ് കത്തോലിക്കർക്ക്, ക്രിസ്ത്യാനികൾക്ക് ആനുകൂല്യങ്ങളെല്ലാം നമ്മുടെ ഭരണഘടന കൊടുത്തത്. ആ ആനുകൂല്യങ്ങൾ ആർക്ക് വേണ്ടി കൊടുത്തുവോ, ആരെ ലക്ഷ്യമാക്കി ഇന്ത്യൻ ഭരണയിൽ അംബേദ്കർ എഴുതി വെച്ചുവോ, അവർക്ക് ഒരു ആനുകൂല്യം കിട്ടുന്നില്ല എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ ജോസഫിനോട് പരിചയപ്പെട്ട അന്ന് മുതൽ ഞങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന കാര്യം. പരേണി പറഞ്ഞിരിക്കുന്ന ആലഞ്ചേരിയും ആൻഡ്രൂസും ഓസ്കോ പുത്തൂരും കല്ലറങ്ങാടനും നിങ്ങളുടെ ഈ ചങ്ങനാശ്ശേരിയിലുണ്ടായിരിക്കുന്ന തോമസ് തറയിലും പെരുന്തോട്ടവും അങ്ങനെ ഒരുപാട് പേര് ആസ്വദിക്കുക. എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കുന്ന കഴിഞ്ഞ 30-40 വർഷമായിട്ട് ഒരു പ്രത്യേക താൻ ഉൾപ്പെടുന്ന സമൂഹത്തിന് വേണ്ടിയിട്ട് രാവും പകലും അധ്വാനിക്കുകയും തനിക്കറിയാവുന്ന രീതിയിൽ അറിയോ സമ്പാദിച്ച ശേഷം പുസ്തകങ്ങളിലൂടെയും മാസികളിലൂടെയും പ്രസംഗത്തിലൂടെയും നമുക്ക് ശക്തി പകർന്നിരിക്കുന്ന ശ്രീ ജോസഫ് പനമ്പോടിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ അധ്യക്ഷ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ വേദിയിലേക്ക് സ്വാഗതം. ഇനി നമ്മുടെ ഉദ്ഘാടകനാണ് റെജി ഞള്ളാനി. ഇന്ന് രാവിലെ 3 മണിക്ക് കട്ടപ്പനയിൽ നിന്ന് എഴുന്നേറ്റ് അവിടുന്ന് 10-100 കിലോമീറ്റർ അധികം വണ്ടി ഓടിച്ച് ഇവിടെ വന്നിരിക്കുന്ന ആളാണ്. നമ്മുടെ ഈ റെജി ഞള്ളാനിയെ പറ്റി പറയുമ്പോൾ എനിക്ക് അസൂയം, വല്ലാത്ത അസൂയം. കാരണം അദ്ദേഹം ഏറ്റെടുക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ഇടിമിന്നൽ വേഗത്തിൽ നടത്താനുള്ള ശേഷിയും ശേഷിയുള്ള ആളാണ് ഞള്ളാനി. ഏതൊരു കാര്യത്തിന്റെ മുൻപന്തിയിലോ പിൻപന്തിയിലോ സൈഡിലോ താഴെയോ ഇരുന്നാൽ മതി, അദ്ദേഹം പ്രസ്ഥാനം വളരെ മനോഹരമാണ്. ഈ ദീപക്കാഴ്ചയൊക്കെ നടത്തുമ്പോൾ ഒരു സ്വിച്ച് ഇട്ടാൽ, നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോ ക്രിസ്മസ് കാലമാണല്ലോ, കുറെ അലങ്കാരങ്ങളുണ്ട്, ഒരൊറ്റ സ്വിച്ച് ഇട്ടാൽ 100 കണക്കിന് പണ്ടു എത്തുന്ന പോലെ ഈ ഞള്ളാനിയുടെ ഒരു സാന്നിധ്യം അവിടെ മുഴുവൻ പരക്കും. ആ പരക്കാൻ വേണ്ടിയാണ് ഇടുക്കി ജില്ലയിൽ നിന്നും കട്ടപ്പനയിൽ നിന്നും ഈ പാലായിലേക്ക് അദ്ദേഹം ഇന്ന് മാറ്റപ്പെട്ടിരിക്കുന്നത്. ഈ ഒരുപാട് ഉത്തരവാദികൾ അത് നിയമിക്കേണ്ട സാഹചര്യം. അതുകൊണ്ട് ശ്രീ റെജി ഞള്ളാനിയെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. പിന്നെ പി സി ദേവസ്യ സാർ മുഖ്യമന്ത്രി മാറ്റി നിർത്തിക്കൊണ്ട് നവീകരണത്തിന് വേണ്ടി ഉച്ചസ്ഥലം പ്രവർത്തിക്കുന്ന ഒരു ഓഫീസർക്കായി ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തെ വളരെ നല്ല പ്രഭാഷകനാണ്, നല്ല എഴുത്തുകാരനാണ്, നല്ല ചിന്തകനാണ്. അദ്ദേഹത്തെ ഏറ്റവും വിനയത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി ഡോക്ടർ ബാബു കട്ടപ്പന ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി ഒരുപാടൊന്നും പറയാൻ എനിക്ക് അറിയില്ല. ഞാൻ ഇന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹമാണ് ഞാൻ നേരത്തെ കാണുന്നത്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോസഫ് സാറാണ് ഈ കന്യാസ്ത്രീ പീഡന കഥ, പീഡന സംഭവ പരമ്പരകൾ ലോകത്തോട് പറഞ്ഞ സമയം മുതൽ ഇതിന് മുൻപന്തിയിലുണ്ടായി.
2018 സെപ്റ്റംബർ മാസത്തില് സെപ്റ്റംബർ 8-ാം തീയതിയാണെന്ന് എൻ്റെ ഓർമ്മയിരിക്കുന്നത്. ആ ദിവസം എറണാകുളത്ത് മഞ്ചീസ് കോരയിൽ നടന്ന ആ കന്യാസ്ത്രീ സംഭവത്തില് ഏറ്റവും മുൻപന്തിയിൽ ആ സമരത്തിന്റെ മുൻപന്തിയിലുണ്ടായിരുന്നു. ഇനി ഈ സമരം തീരുന്നത് വരെ അല്ല, ആൻഗോ മുടക്കൽ എന്ന നരാധമനായ മെത്രാന്റെ ഒരു പദവി ഉണ്ടായിരുന്ന അയാളെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഞാൻ ഈ വേദിയിൽ നിന്ന് പോവുകയില്ല എന്ന് പറഞ്ഞ് അവിടെ നിരാഹാര സമരം നയിച്ച ആളാണ്. വലിയൊരു സംഭവമായിരുന്നു. അതിന്റെ ഫലമായിട്ടും കൂടിയാണ് ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്യാൻ കിടന്നത്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജോയ്സ ഇവിടെ ഉണ്ട്. എനിക്ക് ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ പറ്റിയൊന്നും അധികമായിട്ടൊന്നും പറയാൻ അറിയില്ല. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതിന് മുമ്പായി ഞാൻ മനസ്സിലാക്കിയത് സഭയിലേക്ക് ക്ഷണിക്കപ്പെട്ടത് ക്രൈസ്തവ മേലധ്യക്ഷന്മാരെയാണ്. അവരവിടെ ചെന്ന് പറഞ്ഞത് ക്രൈസ്തവ സഭയിൽ ജാതി വ്യത്യാസം ഇല്ലാത്തതിനാൽ ഞങ്ങൾക്ക് ജാതി സംവരണം വേണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു വിഭാഗമാണ്, ഒരു സഭയുടെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ജാതി സംവരണം വേണം, മറിച്ച് മതന്യൂനപക്ഷ അവകാശം മാത്രമല്ല. അങ്ങനെ ഒരു നിബന്ധനകൾക്കും, അതായത് ഇന്ത്യൻ ക്രൈസ്തവർക്കും പഴയ ക്രൈസ്തവർ എല്ലാവർക്കും കൂടി ഒറ്റ ഒരു ആനുകൂല്യം കൊടുത്തു. അതായത് ഇവര് CBCI തന്നെ ഒരു ജനസംഖ്യ പുറത്തുവിട്ടു. കത്തോലിക്ക സഭയിൽ മാത്രം 1,90,00,000 ജനങ്ങളുണ്ട്. അതിൽ 1,20,00,000 ദളിതരാണ്. അപ്പോൾ ഇത്രയും ആളുകൾക്ക് 1,90,00,000 പേർക്ക് കൊടുത്തിരിക്കുന്ന ആനുകൂല്യത്തിൽ നമുക്ക് 1,20,00,000 പേർക്കുള്ള ആനുകൂല്യം നമുക്ക് കിട്ടണമല്ലോ. ഏറ്റവും ഭൂരിപക്ഷം അല്ലേ നമ്മൾ. പക്ഷേ ശതമാന കണക്ക് പറഞ്ഞാൽ നമ്മൾ 60%, മറ്റൊരു 40%. 13% ട്രൈബ്സാണ്. പോയിട്ട് വെറും 27% ആളുകളാണ് 25,000-ൽ പരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും ഒക്കെ നടത്തുന്ന ഈ സഭ കൈവശിച്ചിരിക്കുന്നത്. അത് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ല. പലരും എന്നോട് ചോദിച്ചു, ഈ ദളിത് ക്രൈസ്തവര് എത്രയോ 60% ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഈ സംഘടിച്ച് നിന്നുകൊണ്ട് ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ പാടില്ലേ? നിങ്ങൾ രാഷ്ട്രീയമായിട്ടും സാമുദായികമായിട്ടും വളരെ ഉന്നതിയിൽ നിൽക്കുന്നവരാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവരെ സംഘടിപ്പിക്കാതെ ഈ സമ്പന്നരായ ആളുകൾ, അതായത് നമ്മൾക്കെതിരായിട്ട് നിൽക്കുന്നവരെന്നാണ് ഇവരെ കാണുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു, കുറെ വർഷങ്ങളായിട്ട് ഞാൻ അവരുടെ കൂടെ നിൽക്കുന്ന ആളാണ്. അതായത് മനുഷ്യൻ പല രീതിയിലാണ്. സ്നേഹമുള്ളവരുണ്ട്, മനുഷ്യ സ്നേഹമുള്ളവരുണ്ട്, അതല്ലാത്തവരുണ്ട്. ഇവനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സമൂഹത്തെയല്ല ഞാൻ കൂട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഇവിടെ 4 സംഘടനകളാണ് ദളിത് ക്രൈസ്തവ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് 1 ഓപ്പൺ ചർച്ച് മൂവ്മെന്റ്, 2 ജോൺ ക്രിസ്ത്യൻ കൗൺസില്, അതുപോലെ തന്നെ പിന്നെ 4 സംഘടന പേരുണ്ട്, അസോസിയേറ്റ്, അങ്ങനെ 4 സംഘടനകളാണ്. അവർക്ക് വളരെ ശക്തമായിട്ട് നമ്മുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. PhD ഉള്ള ഒരു പെണ്ണ് കഴിഞ്ഞ ദിവസം മാന്നാനത്ത് ഇന്റർവ്യൂവിന് പോയിട്ട് അവർക്ക് യോഗ്യത കുറവാണ്. കാരണം എന്താണെന്നറിയോ? 50 ലക്ഷം കൊടുത്ത ആൾക്ക് ജോലി കൊടുത്തു. ഇവർക്ക് ഒരു 50 രൂപ എടുക്കാനില്ലാത്തതാണ്. എന്നാ ചെയ്യും? അദ്ദേഹം ആ സ്ത്രീ ഇന്ന് വരേണ്ടതാണ്. അവർക്ക് ജോലി ഉള്ളതുകൊണ്ട് പോയതാണ്. അവരെ ഈ മാന്നാനം കോളേജിൽ നിന്ന് തള്ളിയെങ്കിലും NSS അവരെ സ്വീകരിച്ചു. NSSന്റെ കോളേജിൽ അവർക്ക് ജോലി ചെയ്യുന്നു. അതാണ് നമ്മുടെ ഇവിടുത്തെ ക്രൈസ്തവ സഭയുടെ വ്യവസ്ഥിതി, നമ്മളോട് കാണിക്കുന്ന വ്യവസ്ഥിതി. അതിനെതിരെയാണ് നമ്മൾ ശബ്ദിക്കുന്നത്. അടുത്തത് ഉദ്ഘാടന പ്രശ്നമാണ്. കാര്യങ്ങളെല്ലാം ഉദ്ഘാടന പ്രശ്നത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നു. അതിനായി ശ്രീ രഞ്ജിനാഥ്. ഇത് നമ്മുടെ വലിയൊരു യാത്രയുടെ തുടക്കമാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. വിശദമായ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരുമിച്ചുള്ള യാത്രയിൽ ഒരുമിച്ച് യാത്ര ചെയ്താൽ ലക്ഷ്യത്തിലെത്തിച്ചേരും. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം പ്രഖ്യാപിക്കുകയാണ്.
പ്രൊഫസർ PC ദേവസ്യ സാറാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. സഭ എന്ന ആ കൂട്ടായ്മയിൽ നിന്ന് അല്ലെങ്കിൽ സംവിധാനത്തിൽ നിന്ന് ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ മാറ്റി നിർത്തിയിരിക്കുന്നു. അത് അന്യായമാണ്. കാരണം സഭ എന്ന് പറയുന്നത് ദളിതരുടെ കൂട്ടായ്മയാണ്, അല്ലാതെ സമ്പന്നന്മാരുടെ കൂട്ടായ്മ അല്ല. സഭയുടെ നേതാവ് ക്രിസ്തുവാണ്. ക്രിസ്തു പിറന്നത് ഏറ്റവും ദരിദ്രമായ അവസ്ഥയിലാണ്. ക്രിസ്തു വളർന്നത് ഏറ്റവും ദരിദ്രമായ അവസ്ഥയിലാണ്. ക്രിസ്തു ജീവിച്ചതും ഏറ്റവും ദരിദ്രമായ അവസ്ഥയാണ്. ക്രിസ്തു പഠിപ്പിച്ചതും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുക എന്നാണ്. ആ ക്രിസ്തുവിന്റെ അനുയായികളാണ് എന്ന് പറയുന്നവര് അതല്ല ചെയ്യുന്നത്. നിങ്ങളെ ഇവിടെ ഇരിക്കുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ പറ്റി പറയും, ഞങ്ങളെല്ലാം അവഗണിക്കപ്പെട്ടിരിക്കുന്നു. അതിനോട് പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. എനിക്കും അതാണ് പറയാനുള്ളത്. ഇവിടെ ഈ സഭയിൽ ഏതാനും വ്യക്തികളുടെ കയ്യിൽ അധികാരം ഒതുങ്ങിപ്പോയ സ്ഥിതിക്ക് അതിനപ്പുറത്തുള്ളവരെല്ലാം അവഗണിക്കപ്പെട്ടു. അതാണ് സത്യം. അധികാരം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കയ്യിൽ ഒതുങ്ങിപ്പോയിട്ടുണ്ട്. അതായത് പ്രത്യേക വിഭാഗം എന്ന് പറഞ്ഞാല് ഇവിടെ സാധാരണ പറയുന്നതനുസരിച്ച് പുരോഹിതന്മാരുടെ കയ്യിൽ ഒതുങ്ങിപ്പോയി. അത് ചുമ്മാ പറയുന്ന കാര്യമില്ല. ഗാന്ധിജി സ്വാതന്ത്ര്യ സമരം നയിച്ചപ്പോൾ നമുക്കറിയാം എങ്ങനെയാണത്. അതിന്റെ പിന്നിൽ വലിയൊരു ത്യാഗം ഉണ്ടായി. ത്യാഗമില്ലാതെ നേട്ടം ഉണ്ടാവില്ല. ഇതാണ് ത്യാഗത്തിൽ കൂടിയ നേട്ടം ഉണ്ടാവുക. ഈ ദളിതരായവരുടെ 12 മീറ്റിങ്ങുകൾ ഞാൻ ഗ്രൂപ്പ് തന്നെ പങ്കെടുത്തു. ഞാനതിൽ പറഞ്ഞ ഒരു കാര്യം, വേണ്ടി വന്നാൽ സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സഭയാണ്, അല്ലാതെ മെത്രാന്റെ സഭയാണ്. അതുകൊണ്ട് ഈ മെത്രാൻ സഭയിൽ നിന്ന് ഒരു ഹർവാപ്പസയിൽ കൂടെ രക്ഷപ്പെട്ടിട്ടാണെങ്കിൽ നമ്മൾ നമ്മുടെ അവകാശങ്ങൾ സമ്പാദിക്കണം എന്നാണ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞതല്ല, ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞതാണ്. അതിനുള്ള ഒരു ശ്രമം ഒരു പക്ഷേ റെജിനല്ലായുടെ നേതൃത്വത്തിലുള്ള ഈ ഓപ്പൺ ചർച്ച മൂവ്മെന്റ് നടത്താൻ സാധിക്കുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം റെജി എന്നെക്കാളും ഈ പ്രൊഫസറിനേക്കാളും അനുകൂലനേക്കാളും ചെറുപ്പമാണ്. അതുകൊണ്ട് ആ ചെറുപ്പത്തിന്റെ ബലത്തിൽ നിങ്ങൾ റെജിയുടെ കൂട്ടത്തിൽ തന്നെ സംഘടിക്കുക, സംഘടിതമായിട്ട് മുന്നേറുക. അതുവരെ നമുക്കറിയാം, ഒരു കൂട്ടം മനുഷ്യരെ ആളെ കെട്ടിയിടുന്നത് പോലെ പള്ളികളിലും മറ്റ് ഷെഡുകളിലും കെട്ടിയിട്ട് 6ാമത്തെ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയുടെ അവസാന ദിവസം കിട്ടുന്ന വിലയ്ക്ക് വിറ്റ് കാശാക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവിടെ എറണാകുളത്തെ പള്ളികളെ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ 7ാമത്തെ ദിവസം, അതായത് ഞായറാഴ്ച ദിവസം കുർബാന അർപ്പിക്കുകയും ബാക്കി ദിവസങ്ങളില് മനുഷ്യരെ കെട്ടിയിട്ട് വിലക്കി വിട്ടിരുന്ന ഒരു കാലഘട്ടം നമുക്ക് മറന്നിട്ടുണ്ട്. ഇന്ന് ആ ജനത 2-3 തലമുറകൾ പിന്നിടുമ്പോൾ ആധുനിക അടിമത്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, യാതൊരു സംശയവും. ഇവിടെ കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റിന്റെ ഭാരവാഹികളുടെ എല്ലാ പിന്തുണയുമായിട്ട് സ്റ്റേജിലാണ്. നമ്മുടെ സംഘടനയിലെ രക്ഷാധികാരിയായിട്ടുള്ള ജോസഫ് സാർ അരികുന്നേൽ, അടുത്ത ജോസ് അരികുന്നേൽ, അദ്ദേഹം നടുവിൽ തന്നെ ഇരിക്കുന്നു. നമ്മുടെ ജനറൽ സെക്രട്ടറി ജോസ് പാലിയത്ത്, അദ്ദേഹം നമ്മുടെ സ്റ്റേജിൽ ഇരിപ്പുണ്ട്. കാരണം സംഘടനയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകർ മുഴുവൻ ഇവിടെയുണ്ട്. ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ, അദ്ദേഹം കട്ടപ്പനയിൽ നിന്ന് എത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് പിന്തുണയുമായിട്ട്. അദ്ദേഹം സംഘടനയുടെ വൈസ് ചെയർമാനാണ്. ആൽബം മാങ്കൂട്ടം, അദ്ദേഹം സംഘടനയുടെ വൈസ് ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നു. നമ്മുടെ കട്ടപ്പനയിലെ യൂണിറ്റ് സെക്രട്ടറി ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് പിന്തുണയായിട്ട് കൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തെ എനിക്ക് കൂടുതൽ നേരിട്ട് അത്ര പരിചയം പോരാ, എങ്കിൽ നാളുകളിൽ നല്ല പരിചയത്തിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ദേവസ്യ സാറിനെ ഞാൻ പരിചയപ്പെടുന്നത് സാറിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടതല്ലേ. ഇപ്പോഴും ആ ചെറിയ പ്രായത്തിന്റെ ചുരുളിയോടുകൂടി സഭയുടെ നിയമങ്ങളും നടപടികളും ഒക്കെ വിശദീകരിക്കാൻ കഴിയുന്ന പ്രാപ്തിയുള്ള ഒരു പ്രൊഫസർ. ഇദ്ദേഹത്തെ കുറിച്ച് ഞാനിനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് പരമ്പര സാറിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അദ്ദേഹം കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ കരുതാകുവാൻ ചെയ്യുന്നതാണ്.
നിങ്ങളെന്തോ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നില്ല ഉണ്ടെങ്കിൽ ഇതൊന്നും പറയാം. ഇപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് നമുക്കിവിടെ 1855 അടിമത്തത്തിൽ നിന്നും മോചനം നേടണോ വേണ്ടയോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇവിടെ നമ്മൾ പറയുന്നു ക്രിസ്തു മതത്തില് ജാതിയില്ല, മതമില്ല, മതം മാത്രമുള്ള ജാതിയില്ല. ഞാൻ പറയുന്നു, അസന്നിഗ്ധമായിട്ട് ഞാൻ പറയുന്നു, ജാതിയുണ്ട്. 54,937 സ്ഥാപനങ്ങളിൽ കത്തോലിക്ക സഭയുണ്ട്. 63% വരുന്ന പരിവർത്തിത ക്രിസ്ത്യാനികൾ ഉള്ളപ്പോൾ 37% സവർണ വിഭാഗത്തിൽപ്പെട്ടവർ. എന്നാൽ നിങ്ങൾ നോക്കൂ, ഈ 37% ആളുകളാണ് ഇന്ന് ഈ സ്ഥാപനങ്ങളിലെല്ലാം കടന്നു കയറിയിരിക്കുന്നത്. 2% പോലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇനി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പേപ്പർ ഒട്ടിക്കാനും ചായ കൊണ്ട് കൊടുക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് പേരെ സ്കൂളുകളിലും അവിടെ കുട്ടിക്കായിട്ട് നിർത്തിയിട്ടുണ്ട്. നമുക്ക് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ എവിടെയെങ്കിലും ആരെയെങ്കിലും നിയോഗിച്ചിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. അല്ലെങ്കിൽ തന്നെ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ വെച്ച് ചിലപ്പോൾ കാശുള്ളവരൊക്കെ എങ്ങനെയും മുതൽ മുടക്കിയൊക്കെ ചിലപ്പോൾ ഒരു പോസ്റ്റിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 73% വരുന്ന ഈ ജനഭാഗത്തിൽ നിന്നും ക്രിസ്തു മതത്തില് ജാതിയില്ല എന്ന് പറയുമ്പോൾ സെമിനാരിയിലേക്ക് എത്ര പേര് വരുന്നു, മഠങ്ങളിലേക്ക് എത്ര കുട്ടികൾ പോകുന്നു എന്ന് പരിശോധിക്കൂ. ഇല്ല. ഐറ്റമില്ല. എവിടെ ഐറ്റമുണ്ട്? ഇല്ല. നമ്മൾ എത്ര പറഞ്ഞാൽ മുന്നേ സമ്മതിക്കത്തില്ല. മറ്റൊന്ന്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. നമ്മുടെ സാറോട് പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടനയുടെ 30 അനുച്ഛേദത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ന്യൂനപക്ഷ പദവി കത്തോലിക്ക സഭയ്ക്ക് ക്രിസ്ത്യൻ സഭകൾ കിട്ടിയിരിക്കുന്നത്. ആ ആർട്ടിക്കിൾ എടുത്തു കളയുക എന്നുള്ളതാണ് സഭയെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ ആവശ്യം. അതായത് ഗവൺമെന്റ് ആ ഭരണഘടനാ നിയമത്തിൽ നിന്നും ക്രിസ്തീയ സഭയെ എടുത്ത് പുറത്തു കളയണം. കാരണം ആ നിയമങ്ങൾ പാലിക്കപ്പെടുന്നില്ല. 99% ഈ 37% വരുന്ന സവർണ ക്രൈസ്തവരെ അടിച്ചു മാറ്റുകയാണ് സർക്കാർ പുറത്താണ്. 2016 ഏപ്രിൽ മാസം 27 മുതൽ 29 വരെ CBSEയുടെ യോഗം ബാംഗ്ലൂരിൽ നടന്നു. ആ ബാംഗ്ലൂരിൽ നടന്ന യോഗത്തിൽ നിരവധി കാര്യങ്ങൾ വാരിക്കോരി രാഷ്ട്രീയക്കാർ പറയുന്നത് വാരിക്കോരി കമത്തിയിട്ടിരിക്കുകയാണ്. ഞാൻ അവര് പറഞ്ഞിരിക്കുന്നത്, അവരുടെ ഭാഷ പറഞ്ഞിരിക്കുന്നത് ന്യൂനപക്ഷ ദളിത് ക്രൈസ്തവ നിയമം. ദളിത് ക്രൈസ്തവ നിയമം എന്ന് പറയുന്ന ഈ നിയമത്തിന്റെ പകർപ്പ് നിങ്ങളൊന്ന് വായിക്കണം. ഒരുപാട് നന്മകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അതല്ല കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു, അത് കൊടുക്കുന്നുമില്ല. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് ചേർക്കുവാൻ ചെല്ലുമ്പോൾ അയാൾക്ക് കോട കൊടുത്തില്ലെങ്കിൽ അഡ്മിഷൻ കിട്ടുമോ? കോട കിട്ടുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ജോലിക്ക് കയറണമെങ്കിൽ ചെക്കിരി കൊടുക്കുകയും അതുപോലെ തന്നെ ഈ നിറവും കൂടെ നോക്കിയിട്ടല്ലാതെ ജോലി കിട്ടുമോ? കിട്ടുമെങ്കിൽ നിങ്ങൾ പറയാം. ജാതി ഞാൻ ജാതി കൊണ്ട് ഉറപ്പാണ്. അതുകൊണ്ട് ഈ ആർട്ടിക്കിൾ 31 എടുത്തു കളയുന്നത് വരെ 2014 CBSE പാസ്സാക്കിയ നിയമം എല്ലാ രൂപതകളും അടിയന്തരമായി നടപ്പാക്കണം. അതുപോലെ 2017 ഓൾ ഇന്ത്യ കാത്തലിക് വിദ്യാഭ്യാസ നയമുണ്ട്. ആ വിദ്യാഭ്യാസ നയത്തില് അടിമുടി മാറ്റം വരുത്താതെ നമുക്ക് യാതൊരു രക്ഷയില്ല. അടിമുടി മാറ്റം വരുത്തും. അപ്പൊ ഇന്നും നമ്മൾ കുഴികെട്ടാൻ പോവുകയും പേപ്പർ ഒട്ടിക്കാൻ പോവുകയും വെള്ളം കോരി കൊടുക്കുകയും ചായ കൊണ്ട് കൊടുക്കുകയും ചെയ്താൽ മതിയോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഒരു കാര്യം തന്നെ വ്യക്തമായിട്ട് നിങ്ങളോട് പറയും, ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് മുഴുവൻ ആളുകൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഒരു കാര്യം നിങ്ങൾ ചെയ്യണം, നിങ്ങൾ സ്വയം സംഘടിക്കാൻ തയ്യാറാണ്. ഒരു വരമൂടൻ സാറിനെ വിളിച്ചുകൂട്ടി അങ്ങനെ വീട്ടിൽ കൊണ്ടുവരുന്ന കാര്യം എല്ലാവരും സ്വമേധയാ വരണം. അതുപോലെ തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കി, 1957 നിങ്ങൾക്ക് 1% സംവരണം ഗവൺമെന്റ് അനുവദിച്ചത്. നിരന്തരമായ പോരാട്ടങ്ങളുടെ അവസാനമാണ് 1957 നിങ്ങൾക്ക് 1% കിട്ടിയത്. അവിടെ വലിയ ചതിയുണ്ടായി. നിങ്ങൾ അറിഞ്ഞോ? ഒരു തവണ മുൻപിൽ കയറാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നത്, ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് 1% കൂടി നമുക്ക് അഡീഷണൽ അനുവദിച്ചിട്ടുണ്ട്. ഞങ്ങള് സംഘടനയുടെ ഭാഗത്തുനിന്ന് കൈകോർത്ത് നിൽക്കുകയും നിങ്ങൾ സംഘടിതരായി നിൽക്കുകയും ചെയ്താൽ ഇതിനൊക്കെ പരിഹാരം. അതുകൊണ്ട് നമ്മൾ പഴയ ഘട്ടത്തിലേക്ക് ഇനിയും പോകണം. നമ്മുടെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസപരമായി മുന്നേറണം. മുന്നോട്ടുള്ള കാര്യങ്ങൾ, ഓരോ ഇടപെടലുകളും ആവശ്യമാണെങ്കിൽ നമ്മൾ ചിന്തിക്കുക, സ്വയം ചിന്തിക്കുക, സ്വയം ഇതിനകത്ത് പ്രവർത്തകരായിട്ട് മാറുക, സ്വയം പ്രചാരകരായിട്ട് മാറുക, സ്വയം സംഘടിക്കുക. ഇത് മാത്രമേ ഒരു മാർഗം. ഡോക്ടർ ബാബു
ഈ സന്ദർഭം എല്ലാ അർത്ഥത്തിലും ശക്തി വളർത്തേണ്ട, എല്ലാവരിലേക്കും വ്യാപിക്കേണ്ട സന്ദർഭമാണെന്ന് ഈ വിഷയം അവതരിപ്പിച്ച ഓപ്പൺ ചർച്ച് മൂവ്മെന്റിന്റെ സംസ്ഥാന ചെയർമാൻ ശ്രീ രജി നെല്ലാനി നമ്മുടെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ പറ്റുള്ളൂ. ഞാൻ ചെയ്ത 2 കാര്യം മാത്രം ഞാൻ അവസാനിപ്പിക്കാം. അവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് പള്ളിയോട് ഏതോ കാര്യത്തിന്റെ പേരില് ഒരല്പം ഒന്ന് പിണങ്ങിയതിന്റെ പേരില് അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചപ്പോ പള്ളി അടക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു പണി ചെയ്തു. ഞാനൊരു 10 സെന്റ് സ്ഥലം മേടിച്ചിട്ട് ഒരു സൊസൈറ്റി ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് ഔദ്യോഗിക സിമിട്രി ആയിട്ട് പ്രഖ്യാപിച്ചിട്ട് ആ ആളെ അവിടെ നടത്തി. അപ്പൊ ഞാൻ താടിക്കാരനായതുകൊണ്ട് അന്ന് അങ്ങനെയായിരുന്നു, ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി താടിയും കളയേണ്ടി വന്നു. അപ്പൊ അങ്ങനെ ചെയ്തപ്പോ അതൊരു വിപ്ലവമായി മാറി. അതങ്ങ് തുടർന്നു. 7 പേരെ ഞാൻ അവിടെ സംസ്കരിച്ചു. അപ്പോഴത് വലിയ വിപ്ലവമായിട്ട് മാറിയെന്ന് ഞാൻ പറയുന്നില്ല. അതിനുശേഷം പള്ളിയോട് എതിർത്ത് നിന്നവരാണ് വിവാഹം നടക്കേണ്ടി വന്നപ്പോ ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു, നീ പോയി, ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്, ഞാൻ അധ്യാപകനാണ്, ഞാൻ പഠിപ്പിച്ച കുട്ടി. അവനോട് പറഞ്ഞു, എടാ നീ പോയി എന്തുകൊണ്ട് നിന്റെ കല്യാണം നടത്തുകയെന്ന് പള്ളിയിൽ ഒരു കത്ത് മേടിക്കാൻ പറഞ്ഞു. ഇവൻ കത്ത് മേടിക്കാൻ ചെന്നപ്പോഴേ ഇവൻ എങ്ങോട്ടാ പോയി ചോദിച്ചു. അന്ന് പറഞ്ഞു ബാബുസാറിന്റെ വീട്ടിലോട്ടാ പോയെന്ന് പറഞ്ഞു. എന്നാൽ കളി മാറിയെന്ന് പറഞ്ഞു. അവന്റെ അപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞാൽ നടത്തിയേക്കാമെന്ന് പറഞ്ഞു. അവിടെ തന്നെ കല്യാണം നടത്തി കൊടുത്തു. പിന്നെ 6 പേരുടെ വിവാഹം നടത്താൻ ഞാൻ കൃത്യമായി പോയി പള്ളി ഇല്ലാതെ നടത്തിയിട്ട് പോകുന്നയാളാണ്. ഞാൻ പറയുന്നതിന്റെ കാര്യത്രേ ഉള്ളൂ, നമ്മൾ ശക്തമായി നിന്നാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. കൃത്യമായി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കും. എനിക്കൊരു സംശയമില്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞ് അതിന്റെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്ന് എനിക്ക് തോന്നി. ഇപ്പൊ ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് ആണ്, അത് ചർച്ച് ഓപ്പൺ മൂവ്മെന്റ് ആയി മാറും. ചർച്ച് ഓപ്പൺ, അത് കഴിഞ്ഞ് വീണ്ടും അത്ര ഒന്നുകൂടെ മാറും. ചർച്ച് മൂവ്മെന്റ് ഫോർ ഓപ്പൺ ഫോർ എവരിബഡി എന്നുള്ള രീതിയിലേക്ക് അത് മാറും. അപ്പൊ നമ്മുടെ ഈ വാക്കുകൾ മാറി മാറി വരുമ്പോ വലിയ ശക്തിയിലേക്ക് നമ്മൾ പോകും. 25% എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്തെ ജനസംഖ്യയിൽ. ജനസംഖ്യയുടെ 10% അല്ലെങ്കിൽ 5% താഴെ ഉള്ളവർക്ക് മാത്രമേ പിന്നെ അമർന്നരായിട്ടുണ്ട് എന്ന് പറയുന്ന അദ്ദേഹം മരിച്ചിട്ട് വർഷങ്ങളായി. അദ്ദേഹത്തിന്റെ കത്തോലിക്ക സഭയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള വിശുദ്ധവൽക്കരണം അല്ലെങ്കിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കാനുള്ള നടപടിക്രമങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. എന്നാൽ മരിച്ചിട്ട് 2 വർഷമായിട്ടില്ല. ചങ്ങനാശ്ശേരി മുൻ ആർച്ച് ബിഷപ്പ് പർവ്വത്തിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വിശുദ്ധനാക്കപ്പെട്ടു. ഞാനത് പറയാൻ കാരണം, സഭയുടെ പിന്നാമ്പുറത്ത് ജീവിക്കുന്ന ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ പിന്നോട്ടടിക്കപ്പെടുകയും സമർന്നരായിട്ടുള്ള അല്ലെങ്കിൽ സഭയുടെ നിയന്ത്രണം കൈയാളുന്നവർ ചെയ്യുന്നത് എന്തും വാഴ്ത്തപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനെതിരെ സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട്, ഒരു കത്തോലിക്കനായി നിന്നുകൊണ്ട്, ക്രൈസ്തവനായി നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളെല്ലാം ശ്രമിക്കേണ്ടത്. അതിന് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞു, സംഘടിച്ച് ശക്തരാവുക, വിദ്യ കൊണ്ട് വിജ്ഞരാവുക. SNDPയെ സംബന്ധിച്ചിടത്തോളം സംഘടനാ ശക്തി അവർക്ക് അംഗബലം കൂടുതലുള്ളതുകൊണ്ട് കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും അവരുടെ വാക്ക് കേൾക്കും. പക്ഷേ ഇവിടുത്തെ ദളിത് ക്രൈസ്തവർ അംഗസംഖ്യയിൽ വളരെ ചെറുതായതിന്റെ വെളിച്ചത്തിൽ രാഷ്ട്രീയമായി അവരെ കൊണ്ട് SNDP ചെയ്യുന്നത് ചെയ്യിക്കാൻ സാധ്യമല്ല. എന്നാൽ ദളിത് ക്രൈസ്തവർ സംഘടിക്കുകയും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വിദ്യ കൊണ്ട് വിദ്യരാവുക എന്നുള്ള 2ാമത്തെ ഓപ്ഷൻ സ്വീകരിക്കുകയാണ് എങ്കിൽ ദളിത് ക്രൈസ്തവർക്ക് സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലേക്ക് വരാൻ സാധിക്കും. നമുക്കറിയാം, ഒരു 30-35 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ജനസംഖ്യ
ക്രൈസ്തവ ജനസംഖ്യ 25-30%, മുസ്ലിം ജനസംഖ്യ 20%. അന്ന് അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അവരുടെ ജനസംഖ്യ 30-35% വരികയും ക്രൈസ്തവ ജനസംഖ്യ യഥാർത്ഥത്തിൽ 12-18 എന്ന് ഔദ്യോഗികമായിട്ട് ഉണ്ടായെങ്കിലും വെറും 12% താഴെയാണ് ഇന്നത്തെ ജനസംഖ്യ. ഈ മാറ്റം വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ക്രൈസ്തവരായിട്ടുള്ളവർ കേരളത്തിൽ നിന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കും. ആ പലായനം ചെയ്യുന്ന വ്യക്തികളിൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് സാധാരണ ക്രൈസ്തവരാണ്. സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള ക്രൈസ്തവർ ഇന്നും ഇന്നലെ ജീവിച്ച ആ സാഹചര്യത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. വിദേശത്ത് പോയവരുടെ വീടുകൾ, അവരുടെ ഭവനങ്ങൾ വലിയ നിലയിലേക്ക്, സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു അവർണ ക്രൈസ്തവന് സാമ്പത്തിക സ്വയം പര്യാപ്തത നേടാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ ഇന്ന് സവർണ ക്രൈസ്തവനായിട്ട് മാറിയിട്ടും ഇന്ന് മുസ്ലിം സമുദായത്തിൽ റിസർവേഷൻ കിട്ടുന്നുണ്ട്. അടുത്തതായി അഡ്വക്കേറ്റ് ജോസ് അരയക്കുന്നതിന് ഇവിടെ ഗ്ലൂക്കോസ് കേന്ദ്രത്തിൽ ഞാൻ നടത്തുന്നുണ്ട്. ഞാൻ സീഡിയൻ എന്ന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. പട്ടികജാതി പട്ടികവർഗത്തെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആത്യന്തികമായ ലക്ഷ്യം. പക്ഷേ മഹാനായ അയ്യങ്കാളി ചെയ്തതെന്നാണ് സ്വാതന്ത്ര്യമില്ലാത്ത ജനതയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. ആ മാർഗമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. പക്ഷെ നമ്മുടെ സഭയ്ക്കുള്ളിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത ഒരു ജനതയിൽ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടണം, അവർക്ക് സാമൂഹിക സമത്വം കിട്ടണം, സാമ്പത്തിക സമത്വം സഭയ്ക്കുള്ളിൽ കിട്ടണം. അത് കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിന് കാരണം നമ്മുടെ സഭ ബ്രാഹ്മണിസത്തിന് അടിമപ്പെട്ടു പോയി. നമ്മുടെ സഭ മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ബ്രാഹ്മണിസത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. ഈ ബ്രാഹ്മണിസത്തിൽ നിന്ന് നമ്മളെ ബോധിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ സഭയ്ക്ക് അത് കഴിയില്ല. അതുകൊണ്ടാണ് സഭയ്ക്ക് അവർക്ക് ജാതി വിവേചനം നിലനിൽക്കുന്നത്. ആത്മീയത പറഞ്ഞുകൊണ്ട് സമ്പത്ത് കൈവശം വെച്ചുകൊണ്ട് സഭത്തിൽ പറഞ്ഞു 63% ദളിതരുണ്ട് എന്നാണ് സഭയ്ക്കുള്ളിൽ. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ B.R. അംബേദ്കർ പറഞ്ഞത് ആഡിക്കറ്റ് റെപ്രസെന്റേഷൻ ആണ്, മതിയായ പ്രാതിനിധ്യമാണ്. അതുണ്ടോ സഭയ്ക്കുള്ളിൽ? 63% കിട്ടണ്ടേ? 63% 1% പോലും ഇപ്പം കിട്ടുന്നില്ല. അപ്പൊ സഭയ്ക്കുള്ളിൽ നീതിയില്ല, സാമൂഹ്യ സമത്വമില്ല. എന്തുകൊണ്ടാണ്? സഭ യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളെ നിഷേധിച്ചുകൊണ്ട് ബ്രാഹ്മണന്റെ ഉപദേശത്തെ സ്വീകരിച്ചു എന്നുള്ളതാണ്. യേശുക്രിസ്തു പറഞ്ഞത് എന്താ? ഞാനും നിങ്ങൾക്ക് പുതിയൊരു ഉപദേശം തരുന്നു, ഞാൻ വീണ്ടും വരുവോളം നിങ്ങൾ പരസ്പരം സ്നേഹിപ്പിക്കുന്നതാണ്. സഭയ്ക്കുള്ളിൽ പരസ്പരം സ്നേഹമുണ്ടോ? ഇല്ലാന്നതാണ് കാരണം. പക്ഷെ പട്ടികജാതിക്കാരായ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ സഭയ്ക്കുള്ളിൽ ഓച്ചാതി ചിന്തിക്കുന്ന വരവോട്ടുകളും വെള്ളംപോലികളുമായി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് അവർക്ക് സംഭവിക്കുന്നത്? അവരെ യേശുക്രിസ്തു പറഞ്ഞത് തന്നെയായിരുന്നു കാരണം. ഭയമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് യേശുക്രിസ്തു പറഞ്ഞു. ഈ പട്ടികജാതി ക്രിസ്ത്യാനികൾക്ക് യേശുക്രിസ്തുവിനോട് പോലും സ്നേഹമില്ല. അതുകൊണ്ടല്ലേ ഭയപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ട് സമൂഹത്തിനുള്ളിൽ പോരാടാൻ കഴിയുന്നില്ല? അതിന്റെ കാരണം ഈ ഭയം തന്നെയാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യേശുക്രിസ്തു പറഞ്ഞത് യേശുക്രിസ്തു കാര്യം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ടാണ് നമ്മളെല്ലാം ക്രിസ്തുമതത്തിലേക്ക് പോയത്? ഐക്യജാതിക്കാരെന്ന അടിമകളായിരുന്ന, എനിക്ക് മുമ്പ് സാർ പറഞ്ഞു 1755 അടിമത്തി ഇവിടെ നിർത്തലാക്കിയത്. അതിനു മുമ്പ് അടിമകളായിരുന്നു. ആരാണ് അടിമകൾ? ആരാണ് അടിമകൾ? ബ്രാഹ്മണൻ ഈ രാജ്യത്ത് ഉണ്ടാക്കി വെച്ചൊരു വ്യവസ്ഥയുണ്ട്. പണിയെടുക്കുന്നവരും പണിയെടുക്കാത്തവരും എന്ന വ്യവസ്ഥയാണ് ലോകത്തെല്ലായിടത്തും നിൽക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ പണിയെടുക്കാത്ത വർഗം ബ്രാഹ്മണനും അല്ലെങ്കിൽ സവർണനും, പണിയെടുക്കുന്ന വർഗം അവർണരുമായിരുന്നു.
ഈ അവർണ വിഭാഗത്തിൽ തന്നെ പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന കാർഷിക അടിമകളുണ്ടായിരുന്നു. ഈ അടിമകളാണ് ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ സഭയ്ക്കുള്ളിൽ വിവേചനം അനുഭവിക്കുകയും സവർണനും അവർണനും എന്ന ഭേദത്തേക്ക് സഭയ്ക്കുള്ളിൽ വരാനുണ്ടായ കാരണം ഈ ബ്രാഹ്മണിസത്തിന് അടിമപ്പെട്ടു. ഞാൻ ഒന്നും പറയാനില്ല. ഞാൻ ജമാൻ സാഹിബോട് ഞാൻ പറഞ്ഞു, ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക. ആ ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മൾ അതിനകത്ത് ഒരു കുടുംബമായിട്ട് അല്ലെങ്കിൽ പരസ്പരം ചർച്ചയും കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. നമുക്ക് ഞാനൊന്നും പറയുന്നില്ല, എന്നാലും ചില സ്വഭാവങ്ങൾ ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്കുണ്ട്. കാരണം നൂറ്റാണ്ടുകളായിട്ടുള്ള ഈ അടിമത്തം കൊണ്ടുള്ളതാണ്. അത് അവര് എപ്പോഴും വിധേയത്വവും അപകർഷതയും ഇങ്ങനെയാണ് ഖാദുവർഗിക്കും ഇങ്ങനെയൊക്കെ കുറെ സ്വഭാവങ്ങളുണ്ട്. അത് അവരെവിടെ പോയാലും ഉണ്ടാകും, ഏത് സഭയിൽ പോയാലും ഉണ്ടാകും. അതിൻ്റെതായ തിക്തഫലങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടെ ഈ സാമൂഹ്യ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് വരാൻ വേണ്ടി നമ്മുടെ കൂടുതലുള്ള സഹോദരങ്ങളെ നമ്മളെ കൈപിടിച്ചു നിർത്താൻ വേണ്ടി വരുമ്പോൾ നമ്മൾ മനുഷ്യമായിട്ട് അവരുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾക്ക് കിട്ടാവുന്ന നമ്മൾ നേടിയെടുക്കാനാണ് നമ്മൾ നോക്കുന്നത്. അതാണ് ചെയ്യുന്നത്. ഇതിന്റെ ആ നമ്പറിന്റെ കോപ്പി എല്ലാവരുടെയും വേണം. അതൊന്നും വേണം. നമ്മുടെ സൈനിക മൊഴിയുടെ എഡിറ്ററായ സാറ് സുനിൽ സാറ് ഏറ്റിട്ടുണ്ട്, അഡ്മിനായിട്ട് നിൽക്കാൻ ഏറ്റിട്ടുണ്ട്. അപ്പം ഞാനും കൂടെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പിന്നെ സാറിനെ കൂടെ വിളിച്ചിട്ടുണ്ട്, സാറിനെ കൂടണം. അപ്പം നമുക്ക് മുന്നോട്ട് പോകണം. നമുക്ക് അതുകൊണ്ട് നമുക്ക് ഈ ബോധം നമ്മുടെ ആളുകളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള അതിനുവേണ്ടി നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാർത്ത കുറിച്ചിയെ പ്രതിനിധീകരിച്ചു വന്ന, അതായത് കുറിച്ചി സെന്റ് സേവിയേഴ്സ് ചർച്ചിൽ നിന്ന് അഞ്ചാറ് പേരുണ്ട്. ഞങ്ങളൊരു ദളിത് ക്രൈസ്തവർ തന്നെയാണ്. ഇപ്പൊ സാർ ഇവിടെ പറഞ്ഞതുപോലെ 1955 നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വേദമാണിക്യം കൈപ്പട്ടൂർ ദൈവത്താൻ എന്ന് പറയുന്ന ഒരു പട്ടികജാതിക്കാരനെ, ആ ജാതി എന്റെ അടുത്ത് പറയുന്നത് ഒരു പട്ടികജാതിക്കാരൻ, കാരണം പറയാനും വരാനും ക്രിസ്തുമതം സ്വീകരിച്ചാൽ അവന്റെ അവസാനം വരെ അവൻ പറയുന്ന ഒരു 855 ക്രിസ്തുമതം സ്വീകരിച്ചിട്ടും ഇന്നും ഈ 2024 ഇന്റർനെറ്റ് യുഗത്തിൽ കാലമെത്തി നിൽക്കുമ്പോഴും ഞാനാരാണ്, ഞാൻ എനിക്ക് ക്രിസ്ത്യാനിയാകാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കൈപ്പട്ടൂർ ദൈവത്താനെ ഒരു മുഖത്തിന്റെ മുഖം വെച്ച് മൃഗത്തോടൊപ്പം കൂട്ടിയപ്പോൾ ഒരു വിദേശ മിഷണറി അത് കണ്ടുകൊണ്ട്, അന്ന് ഗവി ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ കാലമായിരുന്നു, അദ്ദേഹം പറഞ്ഞു ഇത് നീതികേടാണ്, നിങ്ങളൊരു മനുഷ്യനെ ഒരു മൃഗത്തോട് തുല്യമായി ഇങ്ങനെ ചെയ്യരുത്. അതുകൊണ്ട് അദ്ദേഹത്തെ ആ മൃഗത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ആബേലെന്ന് പേരിട്ട് ക്രിസ്തുമതത്തിൽ ചേർക്കുകയും ചെയ്തു. ഇത് ഞാൻ സൂചിപ്പിച്ചത് 1855 നടന്ന സംഭവം. പക്ഷെ ഈ ദളിത് ക്രൈസ്തവൻ എന്ന് പറയുന്നവൻ 21ാം നൂറ്റാണ്ടിൽ കാലമെത്തി നിൽക്കുമ്പോഴും പറയാനും മുഴുവനും ക്രിസ്തുമതം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ക്രിസ്ത്യാനിയാകത്തില്ല. അവൻ ദളിത് ക്രൈസ്തവൻ, അല്ലെ പരിവർത്തിത ക്രൈസ്തവൻ, അല്ലെ ഹരിജൻ ക്രൈസ്തവൻ, ഈ തരത്തിൽ പോകും. നമ്മുടെ അമേരിക്കയിലെ ബിഷപ്പ് എന്ന് പറയുമ്പോൾ മാർട്ടിൻ ലൂതർ കിങ് അദ്ദേഹത്തിന്റെ പ്രയറുകളിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, അമേരിക്കയുടെ ഭരണകൂടത്തിന്റെ കർത്താവിനോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല, എന്നാൽ ഞങ്ങളെ സൃഷ്ടിച്ച ദൈവമാണെന്ന് ഞങ്ങളുടെ കർത്താവിനോട് ഞങ്ങൾ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞു. കാരണം കർത്താവർഗക്കാരന് അവിടെ ഇവിടെ ജാതിയല്ല, വരാൻ പറയുന്നത് അവിടെ ചോദിക്കുന്ന ഞങ്ങളുടെ വിഷയം, അവിടെ കർക്കും കുഴപ്പമാണ്. അതുകൊണ്ട് ഞങ്ങളെ സൃഷ്ടിച്ച ദൈവമാരാണ് എന്ന് ഞങ്ങളുടെ കർത്താവിനോട് ഞാൻ ചോദിക്കുകയാണ് മാർട്ടിൻ ലൂതർ കിങ് ചോദിച്ചു. അതേ ചോദ്യം ഞാൻ ഇന്ന് പള്ളിക്ക് പുറത്തു നിന്നുകൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത്. ഞങ്ങളെ സൃഷ്ടിച്ച ദൈവമാരാണ്, ഞങ്ങൾ എന്ത് ദ്രോഹമാണ് ഈ സമൂഹത്തോട് ചെയ്തിട്ടുള്ളത്, ഞങ്ങളുടെ പിതാക്കന്മാർ എന്ത് ദ്രോഹമാണ് ഈ സമൂഹത്തോട് ചെയ്തിട്ടുള്ളത്, പക്ഷെ ഞങ്ങളെ ദ്രോഹിക്കുന്നു. വീനസ് സിബി ഈ 4 പേരും ആദ്യമായിട്ട് തീർച്ചയായിട്ടും അവരുടെ ഈ നല്ല സംരംഭത്തെ സ്വാഗതിച്ച് സമീപനത്തിലുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ
ഒരുപക്ഷെ ഉൾക്കൊള്ളുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ തീവ്രമായി സഭയിൽ ഉറച്ചു നിന്നുകൊണ്ട് പരസ്യമായി ദളിത് കത്തോലിക്ക മഹാജന സഭയിൽ കൊടി പിടിച്ചുകൊണ്ട് തന്നെ സമരം ചെയ്യുന്നവരാണ് എന്ന് വിജയന്റെ തിരികെ പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നും നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് ദളിത് ക്രിസ്ത്യാനികൾക്ക് അത് കൊടുക്കണം കിട്ടിയേ തീരൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാണ് ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് കടന്നു വരാം. കേരളത്തിലുള്ള മുഴുവൻ ദളിത് ക്രിസ്ത്യാനികളുടെയും ഈ 33 രൂപതകളിലെ കത്തോലിക്ക രൂപതകളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ ദളിത് സമൂഹം നിങ്ങളോടൊപ്പം പണിചേരും. തീർച്ചയായും വേദനിക്കുന്ന ഒരു സമൂഹമുണ്ട്, പ്രവർത്തിക്കുവാൻ തയ്യാറാണ്. പണിയൊക്കെ കാരണം ജീവിത പ്രശ്നമാണ് അവൻ ഏറ്റവും കൂടുതൽ പലരും ചൂണ്ടിക്കാണിക്കുന്നു. അതൊന്നും ഒരു വിഷയമല്ല. പണി ഉണ്ട്, അവൻ ശനിയാഴ്ചയാണെങ്കിൽ പോലും ഒരു പണിയുണ്ട്, അവന് പോകണമെങ്കിൽ കുടുംബം നിലനിൽക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു തെറ്റായി നിങ്ങൾ ഒരിക്കലും വിലയിരുത്തരുത്. വരുന്ന ഒരു സമൂഹമുണ്ട്, ആ സമൂഹത്തെ കൂട്ടിച്ചേർത്ത് ദളിത് ക്രിസ്ത്യാനിയുടെ കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നേതൃത്വം കൊടുക്കുവാൻ കഴിയുമെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ എല്ലാവരും നിങ്ങൾ ഉണ്ടാകും. തീർച്ചയായും സന്തോഷമായി. ഞാൻ കാലാസത്ത് തോമസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് സാർ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യവും വളരെ ഒരു ഊർജം ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിർത്തുന്നു. എല്ലാവരും ജോലിയും ക്രിസ്ത്യാനികളുടെ സമൂഹത്തിന്റെ പ്രതിനിധി എല്ലാവിധ പിന്തുണയും നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നടന്നു വരുന്നത്. ഞാൻ BCCFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. എന്റെ പേര് BC സുനിൽ. ഞാൻ എന്റെ സ്ഥലം ഏറ്റുമാനൂരിന്റെ അടുത്ത് കടപ്പൂരാണ്. കേരളത്തിലെ ദളിത് ക്രൈസ്തവ മുന്നേറ്റങ്ങളുടെ പാതയിൽ ഒരു 10-30 വർഷത്തെ ഇടപെടലിന്റെയും പ്രവർത്തനങ്ങളുടെയും ചിന്തകളുടെയും ആശയങ്ങളുടെയും ഒക്കെ നിലപാട് സൈന്ധവ മൊഴി എന്നൊരു പ്രസിദ്ധീകരണത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ഒട്ടനവധി ദളിത് ക്രൈസ്തവ സംഘടനകളുമായി ബന്ധപ്പെട്ടും മാധ്യമ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും അതോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനവും കഴിഞ്ഞ 30 വർഷങ്ങൾക്കുള്ളിൽ നടത്തുന്ന ഒരു സമീപന രീതി എന്നെ പോലുള്ളവർക്കും ഉണ്ടായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇരിക്കുന്നവരെല്ലാം മുതിർന്ന നേതാക്കന്മാരാണ് ഈ സമൂഹ മണ്ഡലത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് ഭാരവാഹികളും ഒക്കെ ആയിട്ടിരിക്കുന്നു. PC ജോസഫ് അച്ഛനടക്കമുള്ളവർ ഇവിടെയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് കേരളത്തില് ദളിത് ക്രൈസ്തവ സമൂഹം 8%-ഓളമുള്ള ഒരു 30 ലക്ഷത്തോളം വരുന്ന ഒരു സാമൂഹ്യ വിഭാഗമാണെങ്കിൽ വിവിധ ഉപജാതികളിലും സഭകളിലും മതങ്ങളിലും നിൽക്കുന്ന ഒരു സമൂഹമാണെങ്കിലും സാമൂഹ്യമായും രാഷ്ട്രീയമായും അവർക്ക് ശക്തമായി വളരാൻ കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല, ഇന്ത്യയിലും ഉണ്ടായിട്ടില്ല. ഇവിടെ പലരുടെയും ആശംസാ പ്രസംഗങ്ങൾ ഞാൻ കേട്ടു. പക്ഷെ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇവരൊരിക്കലും നന്നായി വായിക്കണം, ചിന്തിക്കണം. ചിന്തിക്കുന്ന ഒരു ജനതയ്ക്ക് ജീവിതവും അങ്ങനെ ഒരു ജീവിതം നമ്മുടെ ഈ സമുദായത്തിൽ ഇല്ല. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അവരൊക്കെ ഉയർന്നു പോയിട്ടുമുണ്ട്, നല്ലൊരു നിലയിൽ എത്തിയിട്ടുമുണ്ട്, ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ജനാധിപത്യത്തിൽ ഇന്ത്യൻ ജനതയിൽ പ്രത്യേകിച്ച് കേരള ക്രൈസ്തവരിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട നമ്മുടെ ജനം അവർക്ക് മുന്നേറാൻ കഴിയാത്ത നിലകളിൽ എത്തപ്പെട്ട ഒരു സാഹചര്യം ഇന്ന് തുടങ്ങിയതല്ല. പഴയ എനിക്ക് മുമ്പ് ഓർപ്പിച്ചു ഞാൻ പറഞ്ഞതുപോലെ കഴുത്തിൽ മുഖം വെച്ച നടത്തിയ പ്രവർത്തിച്ച ആളുകൾ അങ്ങനെ അതിനടിമകളായി മുമ്പോട്ട് പോയ ഒരു സമൂഹം. ആ സമൂഹം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ക്രൈസ്തവനായാൽ മാറ്റം വരുമെന്ന് കരുതി മാറ്റം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ചെറിയ മാറ്റങ്ങൾ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വസ്ത്രമൊക്കെ ഉടുക്കാൻ തുടങ്ങി, ആഹാരം കഴിക്കാൻ തുടങ്ങി, കസേരകളിലൊക്കെ ഇരിക്കാനുള്ള അവസരം ഉണ്ടായി, നമ്മുടെ വാഹനങ്ങളിൽ സഞ്ചരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായി. എന്നാൽ മാറ്റി നിർത്തപ്പെടുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഏതർത്ഥത്തിൽ വ്യാഖ്യാനിച്ചാലും സാറിന്റെ കാര്യം ഉറപ്പിച്ചു. IAS ആയാലും പോലീസിലായാലും ഈ നിറം കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു പ്രത്യേക സുഖമുണ്ട്. കാരണം
അവർക്ക് മാറ്റിയിരുത്താനും മാറ്റി നിർത്താനും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഇപ്പൊ അതുകൊണ്ട് IAS-കാരനെ എനിക്കറിയാം, IPS-നായാലും പോലീസിൽ നിന്നിട്ട് ഒരു വെട്ടുവ സമുദായത്തിൽപ്പെട്ട ഒരു ഒരു മനുഷ്യനെ എനിക്കറിയാം. അദ്ദേഹം ഉന്നതമായ നിലവാരത്തിൽ നിൽക്കുന്നതാണ്, സാമ്പത്തികമുണ്ട്, 9 ഏക്കർ റബ്ബർത്തോട്ടം ഉണ്ടായിരുന്നു. പക്ഷേ പോലീസിൽ നിന്നിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ ചവിട്ടി തള്ളി. ഞാൻ സാധാരണ പറയുന്നൊരു പദം പറയാം. സ്കൂളിൽ പഠിക്കുമ്പോ ഈ ബെഞ്ചിലിരിക്കുമ്പോ കുട്ടികൾ അന്ന് ബെഞ്ചിലിരിക്കുന്നത്, ബെഞ്ചിലിരിക്കുമ്പോ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ഇങ്ങനെ പതുക്കെ തള്ളി മാറ്റുന്ന രീതി, അത് ക്രൈസ്തവ സമൂഹത്തിൽ, അതായത് നമ്മൾ ഇന്ന് പറയുന്ന കത്തോലിക്ക വിഭാഗം മാത്രമല്ല ഇവിടുത്തെ മുഴുവൻ പ്രൊട്ടസ്റ്റന്റ് ആയിക്കൊള്ളട്ടെ, ഇതര സമൂഹങ്ങളായിക്കൊള്ളട്ടെ, അവിടെയൊക്കെ നമ്മെ തള്ളി മാറ്റിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഏത് മെത്രാനായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവരാൻ കഴിയുക? ഏത് അച്ഛനെയാണ് നമ്മുടെ കൂട്ടത്തിൽ മുന്നിൽ നിർത്താൻ കഴിയുന്നത്? അത് CSI ആയിക്കൊള്ളട്ടെ, അത് കത്തോലിക്കയിലായിക്കൊള്ളട്ടെ, ഏത് സമൂഹത്തിൽ തള്ളി അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് ഞാൻ പറഞ്ഞാൽ, പെന്തക്കോസ്റ്റിൽ ചെന്നാലും ആളുകളോട് കുറച്ചുകൂടെ സ്നേഹം കാണിക്കുവാണ്, സ്വർഗത്തിൽ പോകുന്ന കത്തോലിക്കനേക്കാൾ കുറെ കൂടെ ഉന്മേഷം കാണിക്കുന്നതാണ്. പെന്തിക്കോസ്റ്റിൽ പോയി നമ്മൾ ഒന്നാന്ന് പറഞ്ഞ് ഒരപ്പത്തിന്റെ അംശയാണെന്ന് പറഞ്ഞ് മേശയിൽ കൊടുക്കുന്ന പാത്രങ്ങളിൽ അച്ഛനാണ് കൊടുക്കുന്നതെങ്കിൽ, ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് ഈ പാനപാത്രത്തിൽ കുടിച്ച ആളുകൾ ഞങ്ങളുടെ നിറവും മണവും ഒക്കെ മനസ്സിലാക്കിയപ്പോ ആളുകൾ മാറ്റി നിർത്തുന്ന സംവിധാനം ഉണ്ടായെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, നമ്മളൊരു ശക്തിയായി മാറണം, നമ്മളൊരു രാഷ്ട്രീയ ശക്തിയായി മാറണം. ഇവിടുത്തെ പള്ളിക്കെതിരെ നമ്മൾ പോരാടണമെങ്കിൽ, ഇവിടുത്തെ നിയമ സംവിധാനത്തിനെതിരെ പോരാടണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്നേ പറ്റൂ. നിങ്ങൾ അറിയണം, ഞാൻ പെന്തിക്കോസ്റ്റിലെ പാസ്റ്ററാണ്. പക്ഷെ ഞാനിങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ നാളെ എന്റെ ഈ വീഡിയോ കണ്ടാൽ ഞങ്ങളുടെ പെന്തക്കോസ്റ്റിലെ ചില പൊളികളിൽ രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഞാൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിയുടെ രംഗത്തേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ഞള്ളാനി സാറിനെ വിളിച്ചു. അദ്ദേഹത്തിന്റെ നമ്പർ എനിക്ക് കിട്ടിയനുസരിച്ച് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, കാര്യം സംസാരിച്ചു. ഞാൻ തുറന്ന് ഭക്തിക്ക് പറയാം, ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു കർത്തവ്യക്കാരനാണെന്ന് കരുതിയാണ് ഞാനത് അവരോട് ഞങ്ങളെ ആളുകൾ എന്ന നിലയിൽ അങ്ങനെയാ സംസാരിച്ചത്. അവസാനം അദ്ദേഹം പറഞ്ഞു, ഇല്ല ഞാനൊരു സുറിയാനിക്കാരനാണെന്ന് പറഞ്ഞു. അപ്പൊ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ പറയാം, നമുക്ക് വേണ്ടി പോരാടാൻ ഞാൻ എന്റെ ചിന്ത നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോരാടാൻ ഈ ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ, എന്നുള്ള വിശ്വാസത്തിൽ നാം ഒരുമിച്ച് അണിനിരക്കണം. നമുക്ക് വേണ്ട സംഘടനയൊന്നും വേണ്ടതല്ല, സംഘടന ആവശ്യമാണ്. പക്ഷേ വാർഡ് തലം മുതൽ എനിക്കൊന്ന് ഓർപ്പിച്ച നമ്മുടെ പ്രിയ സിൽസാർ ഓർപ്പിച്ചതുപോലെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കൽപ്പനകളിൽ പ്രതിഫലിക്കുന്ന ശബ്ദം ഇന്ത്യൻ ജനതയുടെ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ കർത്തവ്യക്കാരന്റെ, ഇവിടുത്തെ പിന്നോട്ടക്കാരന്റെ, ക്രൈസ്തവന്റെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിനകത്ത് മുഴങ്ങിക്കേൾക്കണമെങ്കിൽ നാം ഒരു ജനമായി രംഗത്ത് വേണം. അണിചേരാൻ നമ്മൾ തയ്യാറാകണം. പോരാട്ട വീര്യമുള്ളവരായി നാം മുന്നേറാൻ കഴിയണം. ഒരു കാലത്ത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പോരാടാൻ കഴിഞ്ഞു. തമ്പുരാന് വേണ്ടി അടിയേക്കുന്നത്, തമ്പുരാന് വേണ്ടി തൊഴിൽ വന്നത്, തമ്പുരാന് വേണ്ടി ആക്രമിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടിയായിരുന്നെങ്കിൽ സ്വന്തം ജനത്തെയാണ് കശാപ്പ് ചെയ്തത്. ഒരു തമ്പുരാന്റെ മുഖത്ത് പോലും ഒരു പോലുണ്ടായിട്ടില്ല. ഇന്നും രാഷ്ട്രീയ കഥ ചെയ്ത്. അതുകൊണ്ട് അറിയേണ്ടത്, നമ്മൾ നമ്മുടെ ജനത്തെ തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അതിന് മുന്നിൽ വരുന്ന ഏത് ഭീകരവാദമായാൽ, ഏത് എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് അവർക്കെതിരെ പോരാടാം. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നമുക്കെതിരാകാം, ഇവിടുത്തെ മതം നമുക്കെതിരാകാം. പക്ഷെ അറിയേണ്ടത്, നാം ഒന്നായാൽ നമ്മൾ ഒപ്പിച്ചു 63% ഇവിടുത്തെ ദളിത് ക്രൈസ്തവൻ നാം ഒരുമിച്ച ഒരു ശക്തിയും നമ്മുടെ മുമ്പിൽ നിൽക്കില്ല. നമ്മെ പോലെ പോരാട്ട വീര്യമുള്ള ആളുകൾ